ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സിൽ നമ്മൾ രണ്ടുപേരും ഇന്ത്യയിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. നാട്ടിലേക്ക് പോവാണ് നമ്മൾ 1.5 ഇയേഴ്സിന് ശേഷം അല്ലേ. 1.5 ഇയേഴ്സിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വേണ്ട ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഇന്നിവിടെ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ അല്ല, 11 മണിയായി. ഒരു 10 മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷെ 11 മണിക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ പോകുന്നത് കോസ്കോയിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ കോസ്കോ കാർഡ് ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ റിന്യൂ ചെയ്തില്ല. കാരണം കോസ്കോ ഗുഡ് ഫോർ ബൾക്ക് പർച്ചേസ് ആണ്. അപ്പം കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ കോസ്കോ നല്ലതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ അധികം അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കോസ്കോ കാർഡ് റിന്യൂ ചെയ്തൊന്നുമില്ല. അപ്പം ഞങ്ങളിപ്പോൾ അതിന് റിന്യൂ ചെയ്ത് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം കോസ്കോ കാർഡ് പണ്ടത്തെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടൈമാണ് കുറേ പോയത്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് ഷോപ്സും കൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇന്ന് വീട്ടിൽ കയറുന്നത്. അപ്പം ഇന്നത്തെ ഷോപ്പ് ചേട്ടൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? സയൻസ് പെറീസിലാണോ? അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ ഒരു കംപ്ലീറ്റ് ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഈ ഒരു വ്ളോഗിലേക്ക് വെൽക്കം. ആൻഡ് എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് നല്ല സുഖകരമായിട്ടുള്ള വെതർ അല്ലായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതേ നമ്മൾ ആദ്യം ഫോട്ടോ ഒക്കെ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറേ നാളായി കോസ്കോയിൽ വന്നിട്ട്. അതിൻ്റെ കാരണം നമ്മൾ കോസ്കോയിൽ വരാറില്ലായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ മെമ്പർഷിപ്പ് കാർഡ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് എത്ര വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. കാരണം ബൾക്ക് പർച്ചേസിനൊക്കെയാണ് നല്ലത്. അപ്പം ഇവിടെ എല്ലാം ബൾക്കായിട്ടേ ഉള്ളൂ. 1 കിലോ 2 കിലോ പരിപാടിയൊന്നുമില്ല. 5 കിലോയ്ക്ക് മേളിലോട്ടേ ഉള്ളൂ എല്ലാം. നമുക്കത് ആവശ്യമില്ലായിരുന്നു. കുറേ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കളയേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ കോസ്കോയിൽ വരാഞ്ഞത്. പക്ഷേ ഇപ്പം നമുക്ക് നാട്ടിലേക്ക് ഷോപ്പിംഗ് ചെയ്യണം. പിന്നെ ഇപ്പം നമ്മൾ വീടൊക്കെ വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്തത് കേട്ടോ. 42 പൗണ്ട്സാണ് ആവുന്നത് ഒരാൾക്ക്. പാർട്ട്ണറിനെ കൂടി ആഡ് ചെയ്യാം. 82-ൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ 42-ൻ്റെ ആണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. ഇനി മസ്റ്റായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഭയങ്കര ബൾക്കായിട്ട് കിട്ടും. ഇങ്ങനെ ക്യാഷും പിന്നെ പിസ്താഷ്യൂസും ഒക്കെ അങ്ങനെയൊക്കെ കുറേ ബൾക്കായിട്ട് കിട്ടും. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നല്ലതാണല്ലോ. അതാ ഇവിടുന്ന് ഇപ്പോൾ വന്ന് എടുത്തത്. അപ്പോൾ നമുക്ക് എന്നാൽ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അങ്ങനെ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തു തുടങ്ങി. ഇവിടെ വന്നാലത്തെ ഏറ്റവും നല്ല ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഒക്കെ, അല്ലെങ്കിൽ അതിപ്പോൾ ചോക്ലേറ്റ്സ് ആണെങ്കിലും എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഒക്കെ നമുക്കിവിടെ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ട്രയൽ ഓരോ സെക്ഷനിലും ആൾക്കാർ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വയറ് നിറച്ച സാധനങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. നമ്മൾ ആക്ച്വലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എസ്പെഷ്യലി നമുക്ക് പേരൻസിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ എല്ലാം വാരിക്കോരി അങ്ങ് എടുക്കാൻ തോന്നും കേട്ടോ. പക്ഷെ അവർക്ക് കുറച്ച് ഭയങ്കര പിക്കിയാണ് അവർ. കാരണം ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ പോക്കറ്റുള്ള ടീഷർട്ടേ ഇടുകയുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്കെല്ലാം എടുക്കാനും പറ്റില്ല. ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ കുറേ നമ്മൾ അത്യാവശ്യം കുറച്ച് ഡ്രസ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം ഷഗിൻ്റെ അനിയനും പിന്നെ അച്ഛന്മാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്കിനി ബാഗ് വല്ലതും കിട്ടുമെന്ന് നോക്കണം. അമ്മമാർക്ക് ബാഗ് സെക്ഷൻ, പെർഫ്യൂം സെക്ഷൻ, അതിലേക്ക് നമ്മളിനി പോവാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം എടുത്തു. ഡ്രസ് ഐറ്റംസ് മാത്രം എടുത്തു. പിന്നെ കുറച്ച് ക്യാഷ്യൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി ചോക്ലേറ്റ്സ് എടുക്കണം. പിന്നെ വീട്ടിലേക്ക് വേണ്ട വേറെ സാധനങ്ങളുണ്ടോ നോക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ അത്യാവശ്യം
ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചു. അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത റേറ്റിലുണ്ടായിരുന്നു. അങ്ങനെ ബോയ്സിന് വേണ്ട ടീഷർട്ട്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഞാനിപ്പോൾ അടുത്ത നമ്മുടെ ട്രയൽ സെഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കാര്യമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഞാനിതിപ്പോൾ വാങ്ങിക്കും എന്നുള്ള രീതിയിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാനാണ്. പക്ഷേ ഈ ട്രൈ ചെയ്ത ചോക്ലേറ്റ് നല്ലതായിരുന്നു കേട്ടോ. എന്തോ ഒരു സോഫ്റ്റ് ചോക്ലേറ്റ് എന്ന് അങ്ങാണ്ടായിരുന്നു എൻ്റെ പേര്. പിന്നെ ഈ ഒരു പീറ്റർ റാബിറ്റിൻ്റെ ഈ ഒരു ഡബ്ബ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്തിൽ ടീ ബാഗ്സ് ആണ്, ബ്രിട്ടീഷ് ടീ ബാഗ്സ് ആണ്. അത് വലിയ യൂസ്ഫുൾ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ വാങ്ങിക്കേണ്ട. തന്നെയല്ല ഇത് കൊണ്ടുവരാനും പാടാണ്, അതുകൊണ്ട് അത് വാങ്ങിയില്ല കേട്ടോ. നമ്മളിപ്പം കോസ്കോയിൽ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണേ. ഇനിയിപ്പം നമ്മൾ ചിലപ്പം വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. കാരണം രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടെ 1:25 അപ്പം നമ്മുടെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ചിലപ്പം ഒന്നുകൂടെ ഒരു കറക്കത്തിന് ഇറങ്ങുമായിരിക്കും. കോസ്കോയിലേക്കല്ല, അല്ലാതെ നമ്മുടെ ഇവിടെ ഒരു ഡർബിയോൺ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. ചിലപ്പോൾ അവിടേക്ക് പോകുമായിരിക്കും ഇന്ന് തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ പോകുമായിരിക്കും, അറിയില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ക്ഷീണമൊക്കെ ആണെങ്കിൽ നമ്മൾ നാളെ ഇറങ്ങുള്ളൂ. ബട്ട് ഇന്ന് തന്നെ ഷോപ്പിംഗ് അങ്ങ് തീർക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ല, നാളെ നമ്മുടെ ഈ ദിവസം അങ്ങ് പോയി കിട്ടും. തന്നെയല്ല നാളെ എല്ലാം നേരത്തെ ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ എന്തായാലും ഇപ്പം തൽക്കാലം വീട്ടിലേക്ക് പോവാണ്. ഇനി ഫുഡ് കഴിക്കണം. നമുക്കൊരു ഗ്രാൻഡ് സദ്യയൊക്കെ ഉണ്ട് വീട്ടിൽ, ഇന്നലത്തേൻ്റെ ബാക്കിയുണ്ട്. അപ്പം അതെല്ലാം കഴിക്കണം. എന്നിട്ട് അടുത്ത ഷോപ്പിങ്ങിന് പോകാം. അപ്പോൾ അടുത്ത ഷോപ്പിങ്ങിൽ കാണാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഉണ്ടായിരുന്ന ഫുഡെല്ലാം കൂടി കുടഞ്ഞിട്ട് ഫുഡ് ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് സദ്യയായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കിടിലൻ ലഞ്ചായിരുന്നു നമുക്ക് ഇന്നുണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഷോപ്പിങ്ങിന് പോകാനുള്ളതാണ്. സോ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് റൗണ്ട് 2ലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ 3:30 1:30 ഇപ്പോൾ വന്നു, ഫുഡ് കഴിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് പോവാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 6 മണി 7 മണിയൊക്കെ ആവുമായിരിക്കും തിരിച്ചെത്താനായിട്ട്. ഇന്നത്തെ ക്ലൈമറ്റ് ഒട്ടും പോരാ കേട്ടോ, ഭയങ്കര ക്ലൗഡി ആൻഡ് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പോൾ നമ്മളിനിയും ഷോപ്പിംഗ് നമ്പർ 2ലേക്ക് പോവാണ്, റൗണ്ട് 2ലേക്ക് പോവാണ്. കുറച്ച് അത്യാവശ്യം കൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഡർബിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ അത്യാവശ്യം പെർഫ്യൂംസും മറ്റേ കാർഡ് കിട്ടല്ലോ അല്ലേ, പെർഫ്യൂമിൻ്റെ പെർഫ്യൂംസും പിന്നെ ബാഗ് പോലത്തെ ഐറ്റംസും അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇനി ഷോപ്പിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ നിൽക്കുമ്പോഴത്തെ വെതർ നിങ്ങൾ കണ്ടല്ലോ. ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ, നല്ല മഴയായി. എന്തായാലും നമ്മൾ നേരെ ഡർബിയോൺ മോളിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൂട്ട്സിലേക്കാണ് ആദ്യം വന്നത്. കുറച്ച് പെർഫ്യൂംസ് വാങ്ങിക്കണമായിരുന്നു. ആദ്യം എൻ്റെ മനസ്സിൽ കുറച്ച് വാങ്ങിക്കണം എന്നുള്ള കളക്ഷൻസ് എൻ്റെ മനസ്സിൽ പേരുണ്ടായിരുന്നെങ്കിലും പക്ഷെ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പം ഏകദേശം എല്ലാത്തിനും ഒരേ സ്മെല്ല് പോലെ തോന്നി. എന്തായാലും ഇഷ്ടപ്പെട്ടത് 1-2 എണ്ണം ഇവിടുന്ന് ചൂസ് ചെയ്തു. പിന്നെ വേറെ പെർഫ്യൂമിന് മാത്രമുള്ള ഷോപ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റിൽ പോയിട്ട് അവിടെ നമുക്ക് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് അത്യാവശ്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പെർഫ്യൂം മാത്രമേ ഞാൻ ബൂട്ട്സിൽ നിന്ന് വാങ്ങിയുള്ളായിരുന്നേ. ഗിഫ്റ്റ് സെറ്റ് അല്ലേ, ഗിഫ്റ്റ് സെറ്റ്. ഷവർ ജെൽ, ബോഡി ക്രീം അല്ലെങ്കിൽ ബോഡി വാഷ്, ഇങ്ങനത്തെ ഗ്രൂം സെറ്റൊക്കെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് നമുക്ക് ബൂട്ട്സിൽ കിട്ടും. അത് നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്കും കുറച്ച് ഓർഡിനറിയുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്തിട്ട് നമ്മൾ ബൂട്ട്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നേരെ പോയത് ആക്സസറൈസിലേക്കാണ് കേട്ടോ. എനിക്ക് അവരുടെ ഹാൻഡ് ബാഗ്സിൻ്റെ മോഡൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാൻഡ് ബാഗ്സ് എന്നല്ല, ഏത് ബാഗാണെങ്കിലും, ഷോൾഡർ ബാഗാണെങ്കിലും പിന്നെ നമ്മുടെ ക്രോസ് ബോഡി ബാഗാണെങ്കിലും അത് അവരുടെയൊക്കെ മോഡൽ ഭയങ്കര രസമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിക്ക ഇങ്ങനത്തെ എന്താ പറയുക ഡിസൈനർ ഹാൻഡ് ബാഗ്സിനും ഇങ്ങനെ സിബ്ബർ കാണത്തില്ല, ജസ്റ്റ് ഒരു ലോക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പേരൻസിന് വലിയ യൂസ്ഫുൾ ആവത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് ഈ എടുത്ത എല്ലാ ബാഗും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സിബൊക്കെയുള്ള ബാഗായിരുന്നു, പക്ഷേ വിശാഖിന് ഇതിൻ്റെ കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തന്നെയല്ല ഇത്രയും ചെറിയ ബാഗ് യൂസ്ഫുൾ ഒന്നും ആയിരിക്കില്ല, കുറച്ച് വലിയ ബാഗ് വേണ്ടതെന്നായിരുന്നു പുള്ളിക്കാരൻ്റെ അഭിപ്രായം. പക്ഷേ എനിക്കിത് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്കും വിശാഖിൻ്റെ അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ വിശാഖിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ എന്താ ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് സിബ്ബർ ഇല്ലായിരുന്നു. നമ്മളപ്പം ഒരു ലോഡ് ഫ്രാഗ്രൻസ് ഒക്കെ മേടിച്ചു, പെർഫ്യൂംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വിശാഖിൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മണമുള്ള പെർഫ്യൂംസ് കിട്ടുകയാണെങ്കിൽ അമ്മ ഞാനൊരു 10-15 ബോട്ടിൽ
ഫ്രാഗ്രൻസ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്പോർട്സ് ഡയറക്റ്റിൽ വന്നതാണ്. എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ഒരു വൗച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പയർ ആവുന്നതിന് മുന്നേ എനിക്ക് ഒരു ഷൂ എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അത് വാങ്ങിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ കാറിൽ കൊണ്ടുവച്ചിട്ട് ബാക്കി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. സ്പോർട്സ് ഡയറക്റ്റിൽ നിന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അവസാനം മിസ്റ്റർ ഹസ്ബൻഡാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇതൊരെണ്ണം എടുത്തോളം പറഞ്ഞു. ഞാൻ ആക്ച്വലി വണ്ടടിച്ചു കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനത്തെ പിങ്ക് കളർ അല്ലെ ലാവൻഡർ കളറൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇത് എടുത്തോളാൻ പറഞ്ഞു. ഇനി ഷോപ്പിംഗ് എടുത്തുകൊണ്ട് വേഗം എന്നെക്കൊണ്ട് എടുപ്പിച്ചതാണോന്നും എനിക്കൊരു സംശയം ഇല്ലാതില്ല. അവിടുന്ന് നേരെ നമ്മുടെ ആസ്ഥാന ഷോപ്പായിട്ടുള്ള പ്രൈമാർക്കിലേക്ക് പോയി. ഒത്തിരി പേര് പ്രൈമാർക്കിനെ വില കുറച്ച് കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഇവിടുത്തെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഫോർഡബിൾ റേറ്റുമാണ്. ബാക്കി പെൻഡിങ് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. സോ നമ്മൾ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അവർക്ക് സിബ്ബറുള്ള ബാഗ് വേണം. അത് പക്ഷേ ഇവിടുത്തെ ഒരു കൈൻഡ് ഓഫ് ഫാഷൻ അങ്ങനെയല്ല. സിബ്ബറുള്ള ബാഗ് ഭയങ്കര ലെസ് കോമൺ ആണ്. അപ്പോൾ അത് കാരണം അത് തപ്പി നടക്കുകയായിരുന്നു. അവസാനം രണ്ടെണ്ണം എടുത്തു. വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, എടുത്തു. അല്ലാതെ വേറെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതവർ യൂസ്ഫുൾ അല്ല അവർക്ക്. അതുകൊണ്ട് പിന്നെ വെറുതെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു ഡർബി മാർക്കറ്റ് ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ അങ്ങേ ശനിയാഴ്ചയാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഷോപ്പിംഗ് എന്തായാലും കഴിഞ്ഞു. ഇനിയും ഫുഡിങ്ങിലേക്ക് കടക്കാം. ഒരു സാറ്റർഡേയിലെ ബഹളമാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ. സ്ട്രീറ്റിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ അല്ലേ? ആൾക്കാർ മൊത്തം ആ കണ്ട പബ്ബിലായിരിക്കും. അപ്പോൾ നമ്മളിനി നേരെ ഡർബി മാർക്കറ്റ് ഹാളിലേക്ക് പോവാണ്. പക്ഷേ ഇവിടെ പോകേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് തോന്നി പിന്നീട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7:30 ആയില്ലേ, എല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങി. ആകെ ഒരു ഇന്ത്യൻ ഷോപ്പും പിന്നെ ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റും മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ കണ്ടുള്ളൂ. സോ അവിടെ നിന്നൊരു സമൂസ ചാറ്റും വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ കാറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഫൈനലി നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ വെറുതെ കയറണ്ടായിരുന്നു, കാരണം അവിടെ എല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒരു 7:15 നമ്മൾ 3:30 ഇറങ്ങിയതാണ്. 3:45 ഇറങ്ങിയതാണ്. 7:15. അപ്പോൾ ഇന്നത്തെ ഹോൾ ഡേ കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് സൈൻ ഓഫ് ചെയ്തിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയും പാക്കിംഗ് വീഡിയോയിൽ കാണാം എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഫോണിൻ്റെ സ്പേസ് തീർന്ന് വീഡിയോ എൻഡായിരുന്നു. അപ്പം വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഷോപ്പിംഗ് ആക്ച്വലി വൺ ഡേ അല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ TK Maxx പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് TK Maxx. അപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുള്ള ഹോം ബേസ്ഡ് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം അവിടെ നമ്മൾ TK Maxxലെ ഹോം ബേസിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയോ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല രസമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പം അതെല്ലാം നമ്മൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിപ്പം നമ്മുടെ പാക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ ഞാനിത് ബെഡ് ഫുള്ളും ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ഫുള്ളും ഇങ്ങനെ അടുക്കി പെറുക്കി എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാക്കി വെച്ചിരിക്കുമായിരുന്നു. എന്നാലേ എനിക്ക് എളുപ്പമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. അങ്ങനെ ആക്കി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി നമ്മളിതാ ഇപ്പം പാക്കിംഗ് ഒരുവിധം സെറ്റാക്കി. പെട്ടി നമ്പർ 1, പെട്ടി നമ്പർ 2. അപ്പം കുറച്ച് സാധനങ്ങളൂടെ ഒരു ഫൈനൽ പാക്കിംഗ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വരാം. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ലോങ് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്രശ്നം. സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ടാണ്. തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫാസ്റ്റാണ്. ഒരു 2 മണിക്കൂറും കൊണ്ടിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യും ഞങ്ങൾ.
ലിക്വിഡായിട്ടുള്ള പെർഫ്യൂം ഐറ്റംസ് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇത് പോകുമോ, അതിൻ്റെ അടപ്പ് തുറന്നു പോകുമോ, പ്രഷർ കൂടി പൊട്ടിത്തെറിക്കുമോ, എന്തൊക്കെയോ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരു ബാഗിലാക്കി ഞാനെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ. എന്നിട്ട് ഓരോരോ സെക്ഷൻസായിട്ട് നമ്മൾ അടിക്കും. നമ്മൾ മെയിൻലി ബാഗ്സ്, പെർഫ്യൂംസ്, ബോഡി ലോഷൻ, ടീഷർട്ട്സ് അങ്ങനത്തെ സാധനങ്ങളാണ് മെയിൻലി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോക്ലേറ്റ്സും പിന്നെ പിസ്താഷ്യോ അങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം സെറ്റാക്കി. വളരെയധികം അലമ്പായിട്ട് കിടന്നിരുന്ന എൻ്റെ റൂം ഞാൻ ഒരുവിധം കുറച്ചുകൂടെ അലമ്പാക്കിയിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ നമുക്ക് പോകാൻ വേണ്ട ഡ്രസ്സുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റാക്കി. പിന്നെ പെട്ടിയെല്ലാം ഒന്ന് പാക്ക് ചെയ്തു. ഇനിയിപ്പം ഇതൊക്കെ ഷോൾഡർ ബാഗിലേക്ക് കയറ്റാനുള്ള സാധനങ്ങളാണ്. ഒരുവിധം സെറ്റായി കേട്ടോ. നമുക്ക് ചെറിയ നമ്മുടെ ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത്യാവശ്യമുള്ള നമ്മുടെ ടൂത്ത് ബ്രഷ്, പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ, പിന്നെ മോയ്സ്ചറൈസർ, അങ്ങനത്തെ പെട്ടെന്ന് ക്യുക്കായിട്ട് വേണ്ട ലിപ് ബാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയും ഒരു കുഞ്ഞ് ബാഗിലോട്ടാക്കണം. അങ്ങനെ എല്ലാം കൂടെ എനിക്കെന്തോ ഭയങ്കര ടെൻഷനാവുന്നു. എന്തൊക്കെയോ മറന്ന ഒരു ഫീലിംഗ് വരുന്നു. എന്തുവാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ഊണോ കാർഡ്സ് എടുക്കണം. കാരണം അവിടെ ഇരുന്ന് ഫ്ലൈറ്റിലിരുന്ന് 6 മണിക്കൂർ നമുക്ക് കളിക്കാനുള്ളതാണ്. വിശാഖിനെ തോപ്പിക്കാനുള്ളതാണ് എനിക്ക്. അപ്പം പിന്നെ ചാർജർ എടുക്കണം. കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ പാക്ക് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഈ ബെഡിൽ നിരത്തി വെച്ചിരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ളല്ലോ, വളരെ ഈസി ആണല്ലോ എന്ന്. പക്ഷേ പെട്ടിക്കകത്ത് കയറുന്നില്ല ഗൈസ്. കുറേ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. എന്തായാലും നോക്കാം. സോ ആ 2 പെട്ടിയും ഇനി ക്ലോസ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള ഇടാനുള്ള ഡ്രസ്സാണ്. പിന്നെ ഈ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഷോൾഡർ ബാഗാണ്. ഇനി അതിനകത്ത് കുറച്ച് സാധനങ്ങൾ കുത്തിക്കയറ്റണം. ഈ ബാഗ് ചിലപ്പോൾ ഞാൻ എടുക്കും, അറിയില്ല. ഈ വക ഐറ്റംസ് എല്ലാം, അതായത് നമ്മുടെ വാച്ച്, ഇയർപോഡ്സ്, പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാമോ, അങ്ങനത്തെ സാധനങ്ങൾ, സാനിറ്റൈസർ, അമൃതാഞ്ജനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വേണ്ട ഒരു സാധനമാണ് അമൃതാഞ്ജനം. ഇന്നലെ രാത്രി കൂടി ഇതിൻ്റെ പകുതി തീർത്തിട്ടാണ് ഞാൻ കിടന്നത്. അത് ഈ ബാഗിലോട്ടാക്കണം. പിന്നെ നമ്മുടെ വെറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ ചെറിയൊരു കവർ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്. പിന്നെ ബ്രഷ് ഉണ്ട്. പിന്നെ സം ടിഷ്യൂസ്, അതൊക്കെ അത്യാവശ്യമുള്ള സാധനം. അതെല്ലാം നമുക്കിതാ ഈ ഒരു ബാഗിനകത്തോട്ട് എങ്ങനെയും കയറ്റണം. ഇതിലൊക്കെ എന്തൊക്കെയോ കിടപ്പുണ്ട്. പണ്ടത്തെ എന്തൊക്കെയോ കഴിച്ച സാധനങ്ങളൊക്കെ യൂസ് ചെയ്തല്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കിടപ്പുണ്ട്. അതെല്ലാം ഇതിനകത്തിലോട്ട് നമുക്ക് ആക്കണം. സോ നമ്മുടെ പാക്കിങ് ഒരുവിധം കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞു. ആ പെട്ടി ഇനി ക്ലോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അയ്യോ, തല കറങ്ങുന്ന ആലോചിച്ചിട്ട്. എന്തായാലും വെയിറ്റൊക്കെ ഇനി ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു, ഒരുപാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ളൊരു ട്രാവലായിരിക്കും കേട്ടോ. അപ്പം ആ ഒരു വ്ളോഗിൽ കാണാം. ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയും ഇന്ത്യയിൽ വെച്ചിട്ട് കാണാം.